ഹലോ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മളിന്ന് കപ്പയും തോമരക്കയും കൂടി ഒരു പുഴുക്കാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. നല്ല അടിപൊളി ഒരു പുഴുക്കാണ്. അതിന് വേണ്ടിയിട്ട് തോമരക്ക പൊളിച്ച് വെച്ചിട്ടുണ്ട്, കപ്പ പൊളിച്ച് വെച്ചിട്ടുണ്ട്. നമുക്കിനെ തോമരക്ക ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് വേഗം വെച്ചിട്ടുണ്ട്. ഒരു വിസിലടിക്കാൻ വേണ്ടി കുക്കറിൽ വെച്ചിട്ടുണ്ട്. കപ്പ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിന് വേണ്ടിയിട്ട് അരപ്പ് തയ്യാറാക്കാം. ചുവന്നുള്ളിയും കാന്താരി എരിവിനനുസരിച്ച് എടുക്കാം കേട്ടോ. കാന്താരിയും അതേപോലെ ചെറിയ ജീരകവും കറിവേപ്പിലയും തേങ്ങയും കൂടി ഇട്ടിട്ട് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് ചതച്ചെടുക്കാം. കപ്പ വെന്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കപ്പ വെന്തതിൻ്റെ വെള്ളം ഊറ്റിക്കഴിഞ്ഞ് നമുക്ക് അരപ്പ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ തോമരക്കയും വെന്തിട്ടുണ്ട്. വെന്ത കപ്പയിലേക്ക് അരപ്പിട്ടിട്ടൊന്ന് ഇളക്കിയിട്ട് അതിൻ്റെ പച്ചപ്പൊന്ന് മാറാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് ചൂടാക്കാൻ വെക്കാം. ചെറിയ തീയിലൊന്ന് ചൂടാക്കാൻ വെക്കാം. അരപ്പൊക്കെ ഒന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ കൂടെ തോമരക്ക ഇട്ട് കൊടുക്കാം കേട്ടോ. ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. കപ്പ തിളയ്ക്കുമ്പോൾ തന്നെ ഉപ്പിട്ടിട്ടുണ്ടാകുമല്ലോ. അത് തോമരക്കയും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. കപ്പ വെന്ത് കഴിയുമ്പോൾ ഈ കറിവേപ്പില ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റാണ്, പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. നല്ല മണം ഉണ്ടാകും. അങ്ങനെ നമ്മുടെ കപ്പയും തോമരക്കയും പുഴുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളിയാണ്. ഉണക്കമാങ്ങ അച്ചാറിട്ടിട്ടുണ്ടായിരുന്നില്ലേ, അതും കൂടി കൂട്ടി നമുക്ക് കഴിക്കാം കേട്ടോ. രണ്ടും കൂടി നല്ല സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പോൾ തോമരക്കയൊക്കെ കിട്ടണ കാലമാണല്ലോ, നല്ല ഫ്രഷ് തോമരക്ക കിട്ടും. അപ്പോൾ കിട്ടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതാരാ? എൻ്റെ കൊച്ചോ? ഇരിക്കണതാരാ? ഏത് ഇരിക്കണതാ? സൂപ്പറാ, നല്ല ടേസ്റ്റാണ് കേട്ടോ. കപ്പയും തോമരക്കയും കൂടി. ഇപ്പോൾ തോമരക്കയൊക്കെ കിട്ടണ കാലമല്ലേ, നല്ല ഫ്രഷ് ആയിട്ടുള്ള തോമരക്ക കിട്ടുന്ന കാലമല്ലേ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ഓക്കേ.